ഇന്നൊരു തേഴ്സ്ഡേയാണ്, നമുക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ വേഗം കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോകാമെന്നുള്ള പ്ലാനൊക്കെയാണ്. ഓരോ തവണ വീട്ടിലേക്ക് വരുമ്പോഴും ഞാനിങ്ങനെ ഗാർഡൻ പരിധി നോക്കൂട്ടോ, എനിക്ക് ചൂടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. മെയിനായിട്ട് ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ, അതിനൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് കെയറൊന്നും കൊടുക്കേണ്ടി വരാറില്ലല്ലോ. ആമിക്കുട്ടി ഇവിടെ വരുമ്പോൾ ഈ ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലെയാണ് കേട്ടോ. പിന്നെ ഈ ചെടികളിലെ പൂക്കളും ഇലകളൊക്കെ മഷിട്ട് നോക്കിയാൽ പോലും കാണില്ല. എല്ലാവരും അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നു. ആമിക്കുട്ടി പതിവ് പോലെ നല്ല വിഷമത്തിലാണ്, വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമമാണ്. നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് വല്ലാണ്ട് സുഖിച്ചില്ല. അതുകൊണ്ട് എൻ്റെ CC പ്ലാനിൻ്റെ പണിക്കൂറ്റം തീർത്തിട്ടുണ്ട് കേട്ടോ. തക്കൂട് അവളുടെ പെയിൻറ്റിങ്സൊക്കെ എന്നെ കാണിക്കുകയാണ്. ആദ്യമായിട്ടാണ് ക്യാൻവാസിൽ വരയ്ക്കണേ, നന്നായിട്ടുണ്ട് അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ CC പ്ലാന്റിൻ്റെ ഒരു കമ്പ് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മ എന്നോട് പറഞ്ഞ് ചട്ടിയടക്കം കൊണ്ടുപോയിക്കോളാം, ചെറിയ പ്ലാന്റാണ്, പക്ഷെ ഞാൻ കൊണ്ടുപോയി ഇനിയിപ്പോൾ അത് നശിപ്പിക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ആർക്കും ഇല്ലാണ്ടായി പോകണ്ടല്ലോ. അപ്പോൾ ഒരു കമ്പ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം വേര് പിടിക്കുമെന്ന്. പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിക്കണം. നാളെ ആമിക്ക് ക്ലാസ് ഉണ്ട്. ഇന്ന് ഇലക്ഷൻ പ്രമാണിച്ച് അവൾക്ക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള ബ്രെഡ് കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വിട്ടത് പുള്ളിലോട്ടാണ്. പുള്ളി നമുക്ക് അടുത്താണ്, ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈവനിങ് ടൈമിൽ നല്ല വൈബാണ് കേട്ടോ, നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാടൻ വിഭവങ്ങളൊക്കെ കഴിക്കുക. ഇവിടെ വന്നാൽ കൊള്ളി ബോട്ടി, പലിഞ്ഞീൻ, താറാവ്, കക്ക, പിന്നെ ഞണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കാടമുട്ട റോസ്റ്റും കൊള്ളിയും ബോട്ടിയും പിന്നെ സോഡ അതൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. ആമിക്കുട്ടിക്ക് ഇവിടെ എപ്പോൾ വരുമ്പോഴും ബോട്ടിങ് പോകണമെന്ന് പറഞ്ഞിട്ട് വാശിയാണ്. പക്ഷെ ഇത്തവണ നമ്മൾ പോയില്ല, എല്ലാ തവണയും പോകാറുണ്ട് കേട്ടോ. ഇത്തവണ തിരക്കുണ്ടായിരുന്നു, ഹോളിഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. ഇനി വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ.